Hi friends, welcome back to BV's World. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല കട്ടിയുള്ള നീളമുള്ള മുടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഹെയർ ഓയിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ളത് ഒന്ന് ചെമ്പരത്തിയുടെ പൂവ്, ചെമ്പരത്തിയുടെ ഇല. ഇത് കറ്റാർ വാഴ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്, അല്ലെങ്കിൽ ആയുർവേദിക് ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും. ഇത് കയ്യോന്നി നമ്മളെ പറമ്പിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് എങ്ങനെ ഒരു നല്ല ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവയുടെ ഗുണങ്ങൾ നമുക്ക് കാണാം. കറ്റാർ വാഴ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു, മുടിക്ക് പോഷണം നൽകുന്നു, തിളക്കം നൽകുന്നു, താരൻ ഇല്ലാതാക്കി മുടിക്ക് കരുത്ത് നൽകുന്നു. അടുത്തത് കയ്യോന്നിയാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു, മുടിക്ക് കറുപ്പ് നിറം നൽകുന്നു, താരൻ ഇല്ലാതാക്കുന്നു. ചെമ്പരത്തി മുടിക്ക് പോഷണം നൽകുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, മുടിക്ക് കറുപ്പ് നിറം നൽകുന്നു. ചെമ്പരത്തിയുടെ ഇലയും പൂവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്പരത്തിയുടെ ഇല ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ചെമ്പരത്തിയുടെ ഇലയും പൂവും കയ്യോന്നിയും ഒക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുക. അതിന് ശേഷം അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി അരഞ്ഞു കിട്ടണം. അപ്പോൾ അതിനുശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ കറ്റാർ വാഴയും കുഞ്ഞു കഷ്ണങ്ങളാക്കി അരച്ചെടുക്കാം, അല്ലെങ്കിൽ പീസായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പം ഇവിടെ ഞാൻ കറ്റാർ വാഴ അരക്കുന്നില്ല, ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം വെക്കാം. ഗ്യാസ് സ്റ്റൗവിൽ ഓൺ ചെയ്ത് ഇതേപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ചെടുത്തതും മുറിച്ച് വെച്ചതുമായിട്ടുള്ള ഇലകളൊക്കെ ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് ഇതെല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പം ഈ ഒരു സൗണ്ട് ഇല്ലാതാകുന്നത് വരെയാണ് നമ്മൾ ഈ എണ്ണ ചൂടാക്കേണ്ടത്. അപ്പോൾ അധികം ചൂടായാൽ ഇത് മൂത്ത് പോകും, അപ്പോൾ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൻ്റെ തിളക്കൽ, ഇതിൻ്റെ പൊട്ടുന്ന സൗണ്ട് നിൽക്കുന്നത് വരെയാണ് ചൂടാക്കേണ്ടത്. വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കറ്റാർവാഴ പോളയുടെ ഉള്ളിലത്തെ കട്ടിയുള്ള ഭാഗമൊക്കെ പോകുന്നത് വരെ നമുക്കിത് ചൂടാക്കാം. ഇതേപോലെ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല. അപ്പോൾ ആ ഒരു പാകം ആവുന്നത് വരെ നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യാണ്. കുറച്ച് സമയം ഇത് ആറാൻ വേണ്ടി വെക്കുക. ശേഷം നന്നായി അരിച്ചെടുക്കുക. ഒട്ടും തന്നെ എണ്ണ നമുക്ക് വേസ്റ്റായി പോകാത്ത രീതിയിൽ നന്നായി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചില്ലിൻ്റെയോ കുപ്പിയിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.